ഇന്ന് വീട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചതും ഒരു 4 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അതും സൈഡിൽ വെച്ചിട്ടുണ്ട്. അതും പൊടിച്ച് വെക്കണം നമ്മൾ. പിന്നെ വലിയ ബണ്ണ് ഒരു 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. ലെറ്റ്യൂസ് ഇല, ഇത് നമ്മൾ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അത് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഇലയായാലും മതി. പിന്നെ 2 മുട്ട, ആദ്യം ഒരു മുട്ട മതി എന്ന് വിചാരിച്ചു, പിന്നെ 2 മുട്ട എടുത്തു. പിന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഞാൻ ഉള്ളി, നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി, അത് ഞാൻ ഇതിനകത്തോട്ടിട്ട് ചെറുതായി വഴറ്റാൻ തുടങ്ങി. ചിലർ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായി മുറിച്ച് ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ മിക്സാക്കാറുണ്ട്. ഡയറക്റ്റ് പച്ചയ്ക്ക് തന്നെ ഇടാറുണ്ട്. ഞാൻ പച്ചയ്ക്ക് ഇടാറില്ല. ഞാൻ കുറച്ച് എണ്ണയിൽ വഴറ്റി, ഉപ്പും ചേർത്ത് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ചേർക്കുക. എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, എല്ലാം പിടിക്കുകയുള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ മിക്സാക്കണം നമ്മളത്. നല്ലപോലെ മിക്സാക്കി അതിൻ്റെ ഉള്ളിൽ, ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ ജലാംശമൊക്കെ കളഞ്ഞ് ഉണ്ടാക്കുക. അപ്പോഴത്തേക്കും പിന്നെ ചിക്കൻ അവിടെ പൊടിച്ച് വെച്ച ചിക്കനുണ്ട്. ആ ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ മിക്സാക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സാക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ അംശം കുറയണം. നമുക്കത് ഉരുട്ടുമ്പോൾ അത് ഉരുണ്ട് നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല. ആ പരുവത്തിലാകുമ്പോൾ നമ്മളെടുത്ത് സൈഡിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രം എടുക്കുക. നമ്മൾ എന്നിട്ട് മുട്ടയെടുത്ത് അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെള്ളം മാത്രം അതിനകത്ത് പൊട്ടിച്ചൊഴിക്കുക. ആദ്യം ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത മുട്ടയും കൂടി എടുത്തിട്ട് സെയിം ഇതേപോലെ തന്നെ മഞ്ഞക്കരു മാറ്റി വെള്ളം അടിച്ച് പതപ്പിച്ച് സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ കൂടിയ കൂട്ട് നമ്മളെ കയ്യിലോട്ട് കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മുടെ കൈപ്പത്തീൻ്റെ വലിപ്പത്തിൽ നമ്മൾ നല്ല വട്ടത്തിൽ അത് പരത്തിയെടുക്കുക. ഈ മുട്ടേൻ്റെ വെള്ള അതിന് മേലെ പരത്തി തിരിച്ചും മേലെ ആദ്യം പരത്തുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് പിന്നെ അവിടെ പരത്തുക. തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാകണം. ആ തവയിലോട്ട് നമ്മൾ ഈ പരത്തി വെച്ചിട്ട് മുട്ടയുടെ കൂട്ട് അതിനകത്തോട്ട് ചേർക്കുക. മുട്ടയുടെ കൂട്ടല്ല, ഈ ഉരുളക്കിഴങ്ങും ഇതും കൂടെ വെച്ച് നമ്മൾ ചിക്കൻ്റെ കൂട്ട് അതിനകത്തോട്ട് വയ്ക്കുക. ഒരു വട പോലെയൊക്കെ ഉണ്ട് കാണാൻ, കുറച്ചും കൂടെ വലുപ്പത്തിലുണ്ടാവുമെന്ന് മാത്രം. അത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആവുന്നിട വരെ നമ്മളത് വേവിച്ചെടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ വേവിച്ചെടുത്തു. 2 തവ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ പണി തീർന്നു. എല്ലാം കൂടെ 10 പാറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നത്. 2 തവയായതുകൊണ്ട് പണി ഈസിയായി. ഞാൻ പ്ലാസ്റ്റിക് കവർ, നമ്മൾ ഓയിലൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓയിൽ തേച്ചിട്ട് അതിൽ വെച്ച് പരത്തിയിട്ടാണ് ഞാനിപ്പോൾ ആക്കുന്നത്. കയ്യിലാകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസിയാണ്. മേലെ നമ്മൾ മുട്ടേൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, മറിച്ചിട്ടിട്ട് മറുഭാഗത്ത് ഒഴിച്ചിടുക. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ഇതാകുമ്പോഴത്തേക്കും അത് സ്റ്റൗവിൽ തവയിലോട്ട് ഇടാനും നമുക്ക് എളുപ്പമാണ്. ഇനി മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. മിക്സി ജാറിൻ്റെ ഉള്ളിലോട്ട് 3 മുട്ട വെള്ളം പൊട്ടിച്ചൊഴിച്ച്, 4 മുട്ട മതി, കൂടുതലാവുന്നുണ്ടായിരുന്നു. ഓയിൽ വേണം നമുക്ക്, 1 ഗ്ലാസ്സോളം ഓയിൽ വേണം. 1 സ്പൂണ് കുരുമുളക് പൊടി വേണം. 1 സ്പൂൺ വിനാഗിരി വേണം. മിക്സിയിലിട്ട് നമ്മൾ അത് അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുത്ത് ഓയിൽ ഒഴിച്ച് ഇടവിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്താകും, നമുക്ക് നല്ലപോലെ മയോണീസ് പാകമായി കിട്ടും. ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ ചട്നി ഇതിൻ്റെ കൂടെ ചേർത്തു. നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഇത് നല്ല എരിവുണ്ടാകും. ആ 2 ടൊമാറ്റോ, 1 ഉള്ളി, വറ്റൽമുളക് ഒരു 6 എണ്ണം, 1 അല്ലി വെളുത്തുള്ളി, ഇത് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുക. എടുത്തതിന് ശേഷം അത് നമ്മൾ മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി എടുത്തത് നല്ല എരിവുണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. എരിവിനും ടൊമാറ്റോൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റിൽ വരും ഇത്. അപ്പോൾ ശേഷം ഇത് ബണ്ണ് 2ആയി മുറിച്ചത് ബട്ടറിട്ട് ചൂടാക്കി വെച്ച ബണ്ണാണിത്. ആ ബണ്ണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മയോണീസ് ആദ്യം വെക്കുന്നു. അതിന് ശേഷം ചിക്കൻ പാറ്റി വെക്കുന്നു. അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ചട്നി വെക്കുന്നു. മറ്റേ മയോണീസ് കൂടുതൽ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വെക്കാം. കൂടെ നമ്മൾ ലെറ്റ്യൂസിൻ്റെ ഇലയും കൂടെ ചേർത്ത്
ഇത് ക്ലോസ് ചെയ്യുന്നു. മറുപാതി എടുത്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 10 ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.